ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം ഏതാണെന്നറിയാമോ? നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ജാതിയും മതവും നമ്മുടെ മാതാപിതാക്കൾ തീരുമാനിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ ബാലാവകാശ ലംഘനം. മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികളെയാണ് മാതാപിതാക്കൾ അവരുടെ മതത്തിൽ ചേർക്കുന്നത്. ജന്മന ലഭിക്കേണ്ട ഒന്നല്ല മതം. അച്ഛന്റെയും അമ്മയുടെയും മതം മക്കൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 18 വയസ്സ് വരെ മക്കൾക്ക് എല്ലാ മതവും പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. 18 വയസ്സിന് ശേഷം അവർ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശരി എന്ന് അവർക്ക് അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടമെന്ന് അവർക്ക് തോന്നുന്ന ഒരു മതം അവർ സ്വീകരിക്കട്ടെ. അതല്ലേ ന്യായം? ചില രാജ്യങ്ങളിൽ 18 വയസ്സ് വരെ ഒരു മതവും പഠിപ്പിക്കരുത് എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ വീടുകളിലും എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകൾ ഉണ്ടാകും, മക്കൾ ഉണ്ടാകും. അപ്പോഴല്ലേ യഥാർത്ഥ മത സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ജോലി തേടുന്ന സമയത്ത്, ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ജാതിയുടെയോ മതത്തിന്റെയോ ചിന്തകൾ ഇല്ലാതെ ഒരു തീരുമാനം എടുക്കുന്ന സമീപനം സമൂഹത്തിൽ ഉണ്ടാവും. മതത്തിന്റെ, ജാതിയുടെ ഒക്കെ പേരിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ തന്ന ഒന്നായതുകൊണ്ട് അത് അന്ധമായി വിശ്വസിക്കുകയും അതിൽ നിന്നും മാറാൻ കഴിയാത്ത മനസ്സുമായിട്ടാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്ത് മണ്ടത്തരമാണ് ഈ മതം എന്നുള്ളത്. ഞാനൊക്കെ വലുതായി വരുമ്പോൾ കാലമൊക്കെ മാറുമെന്നും ആളുകൾക്ക് വിവരം വെക്കുമെന്നും മതം എന്ന സങ്കല്പം തന്നെ ഇല്ലാതാകും എന്നൊക്കെ ധരിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് മതം. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവനവന്റെ മതം ശരിക്കും അരിച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ മതത്തിൽ വിശ്വസിക്കില്ല എന്ന്. എത്ര ശരിയാണ് അല്ലെ? ഈ മതം കൊണ്ട് ഉപകാരമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും നീ പാപം ചെയ്താൽ നരകത്തിൽ പോകും എന്നുള്ള പഠനം കൊടുക്കുന്നത് കൊണ്ട് ആ ഒരൊറ്റ പേടി കൊണ്ട് മാത്രം സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ ഈ ലോകം തന്നെ മാറ്റിവെച്ചാനെ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. മതം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏക ഉപകാരം അത് മാത്രമാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് വിവരം വെക്കുമെന്നും അതോടുകൂടി ഈ മതം എന്ന സങ്കല്പം തന്നെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കി ഇവിടെ മനുഷ്യൻ മാത്രമുള്ള ഒരു സമൂഹം ഉണ്ടാകും എന്നും നമുക്ക് ആഗ്രഹിക്കാം.